നമസ്കാരം. ഇൻകം ടാക്സ് നിയമത്തിൽ TDSുമായി ബന്ധപ്പെട്ട് പുതിയൊരു സെക്ഷനും കൂടി വന്നിരിക്കുകയാണ്. സെക്ഷൻ 194T. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ, അതായത് സാലറി, റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, ഇങ്ങനെ പല രൂപത്തിൽ പേയ്മെൻറ്റുകൾ കൊടുക്കുമ്പോൾ അതിന് TDS ബാധകമാകുകയാണ്. 10% TDSന്റെ റേറ്റ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പാർട്ട്നേഴ്സിന് ഈ കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് 20,000-ൽ കൂടുതൽ വന്നാൽ നിർബന്ധമായും 10% TDS നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അതുകൊണ്ട് പാർട്ട്നേഴ്സ് TDSന്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ 194Tയും കൂടി പരിഗണിച്ച് വേണം റിട്ടേൺസ് ഫയൽ ചെയ്യുവാനും ടാക്സ് അടയ്ക്കുവാനും. പ്രാക്ടിക്കലായിട്ട് ഇതിനുള്ളൊരു ബുദ്ധിമുട്ട്, പാർട്ട്ണർഷിപ്പ് ഫേംസ് പല സിറ്റുവേഷനിലും ഫാമിലി ഓൺഡ് ആയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് നടക്കുന്ന പാർട്ട്ണർഷിപ്പ് ഫേംസിന് പല രീതികളിലും റെമ്യൂണറേഷൻ ആയിട്ട് അല്ലെങ്കിൽ സാലറി വലിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സാലറി ആയിട്ട് പൈസ എടുക്കുമ്പോൾ ആ സമയങ്ങളിലെല്ലാം ഈ TDS ബാധകമാണ്. 10% കട്ട് ചെയ്യുകയും വേണം. പക്ഷെ ഒരു ഫേമിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റബിലിറ്റിനെ ആശ്രയിച്ചിരിക്കും കറക്റ്റായിട്ട് നോക്കുവാൻ. സിറ്റുവേഷനിൽ ഇൻകം ടാക്സ് ഓഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബുക്സ് ക്ലോസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് കറക്റ്റായിട്ട് എത്ര റെമ്യൂണറേഷൻ എലിജിബിൾ ആയിട്ടുണ്ട് എന്നുള്ള 40B ആപ്ലിക്കബിലിറ്റി വെരിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ബുക്ക് ക്ലോസ് ചെയ്യേണ്ടത് നേരത്തെ ആക്കേണ്ട ഒരു ആവശ്യകതയും വരുന്നുണ്ട്. ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31-ാം തീയതിയാണ്. പക്ഷേ ഏപ്രിൽ 30-നകം നമ്മൾ TDSന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇങ്ങനെയുള്ളൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2025 തുടങ്ങി മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടം തുടങ്ങി മാത്രമാണ് ഈ 10% TDS ബാധകമാകുകയുള്ളൂ. അതുകൊണ്ട് പാർട്ട്നേഴ്സിന് പേയ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ഈ TDSന്റെ പ്രൊവിഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.